ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ഹോളിഡേയ്സ് ഞാനും എൻ്റെ ഫാമിലിയും ഉമ്മയുടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഞങ്ങളൊരു 2 ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലേക്കായിരുന്നു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രിപ്പിലുള്ള ഏകദേശം എന്തൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്തു, അതുപോലെ റൂം കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ രാവിലെ ഒരു 4 മണിയോട് കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ട്രെയിനിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ആ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യണമെങ്കിൽ 2 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. ഞങ്ങൾ പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ട്രെയിൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു 7 സീറ്ററിൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫുൾ കറങ്ങാമെന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികളൊക്കെ ആകെ ഛർദ്ദിച്ച് ഇഷമോളൊക്കെ ആകെ ക്ഷീണിച്ച് ആകെ അവശയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയ ശേഷം നമുക്ക് കറങ്ങാനിറങ്ങാമെന്ന്. പക്ഷേ നമുക്ക് റൂം പറഞ്ഞിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 12 മണി തൊട്ടിട്ട് പിറ്റേ ദിവസം 11 മണി വരെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ 10:30 ആയിട്ടുണ്ടായിരുന്നുള്ള സമയം ഞങ്ങൾക്ക് വന്ന റൂം കിട്ടുമോ ചോദിച്ചു. അപ്പോൾ നിങ്ങളെ റൂം ഫുള്ളാണ്, അതിൽ ആളുണ്ട്, വെക്കേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ഫ്രഷ് ആവാൻ വേണ്ടി വേറെ റൂം തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ലൊക്കേഷനൊക്കെ അയച്ചു തന്നാൽ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഒരു കുന്നിൻ്റെ മേളിലായിരുന്നു കേട്ടോ വീട്. നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളൂ. ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മളെ റൂം വരുന്നത്. ഓൺലൈൻ വഴി കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവർ. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ റൂം വരുന്നത്. റൂമിലുള്ള അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. 4 പുറം ക്യാരറ്റ് കൃഷിയായിരുന്നു. എനിക്ക് റൂം അങ്ങോട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വ്യൂവും കാര്യങ്ങളും. അതിൻ്റെ 4 സൈഡും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ആ നേരെ കാണുന്ന മലയാണ് തൊട്ടാപേട്ട മല വ്യൂ ആണെന്നിട്ട് അവർ പറഞ്ഞത്. പിന്നെ ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ. ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്ക് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ റൂം നമുക്ക് കാണാം. അടിപൊളി റൂമായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവർ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ ഫോട്ടോയിൽ കാണുന്ന അത്ര ഒന്നും നമുക്ക് പോയാൽ ഉണ്ടാവില്ലെന്ന്. പക്ഷെ സെയിം ആയിട്ട് അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ. ഞാൻ ഇത്രയും ചെറിയ റേറ്റിൽ ഇത്രയും പെർഫെക്റ്റും നീറ്റായിട്ടുള്ള റൂം ഞാൻ കിട്ടുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ റൂമിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. കാരണം അപ്പം തന്നെ ഏകദേശം 12:30 ആയിട്ടുണ്ടായിരുന്നു സമയം. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതും ബോട്ട് ഹൗസിലേക്കാണ് പോയത്. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും കളിക്കണം, ഒരു സുബാലം വേണം, ഊഞ്ഞാൽ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലുണ്ട്, ബോട്ട് ഹൗസിൽ പോകാം, അതാകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി. പാർക്കിങ്ങിൽ ഭയങ്കര അടിയായിരുന്നു കേട്ടോ. കാരണം അവർക്ക് മലയാളീസിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ചൊറിച്ചിലായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ അവരെ തല്ലൂറിൽ കണ്ടിങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. പിന്നെ പോയതും പിന്നെ കുറച്ച് ഞങ്ങൾ പർച്ചേസ്, തൊപ്പി, കോട്ട്, ഈ കുട്ടിക്കുള്ള നെസമോൾക്കുള്ള കോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ റേറ്റ് കുറയും, നമ്മൾ റേറ്റ് കുറയും. ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് നല്ല റേറ്റ് കുറവിന് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ കോട്ട് മേടിച്ചിട്ടുള്ളത് 380 രൂപ ആ ഒരു റേഞ്ചിലാണ്. ഒരു 500 സംതിങ് പറഞ്ഞതാണ്. ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് 380-ന് മേടിച്ചു. പിന്നെ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലോട്ട് കയറി 4-5 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് കാണുന്ന ഒരു ഫീലോട് കൂടിയിട്ട് ഞാൻ എല്ലാം നോക്കിക്കണ്ടു. പിന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് ഫുഡാണല്ലോ. ഉള്ളിൽ കയറിയത് ഫസ്റ്റ് ഇഷ്ടമോൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എത്തി. ഐസ്ക്രീം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അവൾ ഐസ്ക്രീം മാറ്റി പോപ്കോൺ ആക്കി. പിന്നെ ഞാനവിടെ ബില്ല് പേ ചെയ്തിട്ട് വേണം. റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐസ്ക്രീമിന് ഏകദേശം 30 രൂപ അറേഞ്ചായിരുന്നു, പോപ്കോണ് 50 രൂപ, അതുപോലെ പിന്നെന്തായിരുന്നു സ്പ്രിംഗ് പൊട്ടോട്ടോ 50 രൂപ. റേറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ആവറേജ് ആയിരുന്നു. എനിക്കതൊന്നും വേണ്ട, എനിക്ക് പാവ് ബജി ഞാനിത് എപ്പോഴും കാണാറുണ്ട് ഈ വീഡിയോസിലൊക്കെ, പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അപ്പുറത്ത് തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഈ പാവ് ബജി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചൂട്ടോടെ അവർ മേക്ക് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. അതിലൊരു സെറ്റിൽ നമുക്കുണ്ടാവുക 2 ബണ്ണും അതുപോലെ തന്നെ അവർ തന്നെ സ്പെഷ്യൽ ഒരു പൊട്ടറ്റോ മസാല ഉണ്ടായിരുന്നു, അതും കുറച്ച് ഒനിയൻ അതുപോലെ തന്നെ മല്ലിയില കുറച്ച് ഗീ പിന്നെ ഒരു നാരങ്ങ, ഈ ഒരു ഇതിലാണ് കിട്ടിയിട്ടുണ്ടാവുക. ഈ നാരങ്ങ നമ്മൾ ഈ മസാലയിൽ പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് ഈ ബണ്ണ് ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് ഈ ഒമറ്റിങ്ങിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ട് രാവിലെ 4 മണിക്ക് 12 മണിക്കാണ് ഞാനിപ്പോൾ വല്ലതും കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റാണോ അതെൻ്റെ വിശപ്പുകൊണ്ടുള്ള ടേസ്റ്റാണോ എന്നറിയില്ല. പിന്നെ ഞങ്ങളെ കുറച്ച് അങ്ങനെ നടന്നു പോയി. കുട്ടികൾക്ക് വല്ല ഈ പറഞ്ഞ പോലെ അവർ കരയാൻ തുടങ്ങി കളി സാധനം കളിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ ഒരു സംഭവത്തിൽ അവരെ കയറ്റി വിട്ടു. ഇതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 രൂപയാണ് ഒരാൾക്ക്. കുറേ നേരം എത്ര നേരം വേണമെങ്കിലും അവർക്ക് കളിക്കാം. അങ്ങനെ അവർ 2 പേരും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടു. പിന്നെ ഒരു അരമണിക്കൂറോളം അവർ അതിൽ കളിച്ചിട്ടോ. നമ്മൾ മലമ്പുഴയൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കയറാവുന്ന സാധനമാണ്. ഇവിടെ അവരെ ഓരോ വാശി, അങ്ങനെ ഞങ്ങൾ അവരെ അതിൽ കയറ്റി. ഒരു അരമണിക്കൂർ അവിടെ നിന്ന ശേഷം ഞങ്ങൾ അവിടുന്ന് വേഗം റിട്ടേൺ അടിച്ചു. ഇവിടെ ഒന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 പ്രാവശ്യമൊക്കെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ബോട്ടിൽ കയറിയില്ല. ഞങ്ങൾ ബോട്ട് ഹൗസിലേക്ക് തന്നെ വരുന്നില്ല എന്ന് തന്നെ വിചാരിച്ചതാണ്. പിന്നെ ഈ കുട്ടികളെ കാരണം അങ്ങോട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. നമ്മളെ നാട്ടിൽ ഈ കടകളിൽ വിൽക്കാൻ വെച്ച റെഡിമെയ്ഡ് ഫ്ലവറിനും കൂടി ഇത്ര ഒരു പെർഫെക്ഷനും ഇത്ര ഒരു ഭംഗി കാണില്ല കേട്ടോ. കാരണം ഓരോ പൂക്കൾക്കും എന്തൊരു ഭംഗി വെച്ചിട്ടാണ്. ഭംഗിയൊന്നും അധികം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോഴൊക്കെ ഇപ്പോൾ പറഞ്ഞു പോവാം. പിന്നെ അടുത്തത് ഗൂഗിൾ മാപ്പിൽ അടിച്ചത് ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു. ഗൂഗിൾ അമ്മായി ശരിക്കും പറ്റിച്ചു. നേരെ കൊണ്ടുവന്ന് വിട്ട് ചോക്ലേറ്റിൻ്റെ ഷോപ്പിലേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചോദിച്ച് ഫാക്ടറി എവിടെയെന്നൊക്കെ ചോദിച്ച് പിന്നെ നേരെ ആൾക്കാർ ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ അവിടെ വന്നു. അവിടെ ഇങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോഴേ ഞാൻ ഊഹിക്കേണ്ടതായിരുന്നു പറ്റിക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇതാണൊരു ഫാക്ടറി. ഇത് കണ്ട് ആരും വരണ്ട, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഞങ്ങൾ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയെന്നുള്ളത് മനസ്സിലായി. കയറിപ്പോയത് നിറയെ നമ്മൾ ചോക്കോ കായിൻ്റെ 1-2 ഒരു ഡെമോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കയറിയില്ല. ഞങ്ങൾ 3 പേരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻട്രി ഫീസ് 50 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്ത് ഞങ്ങൾ വലിയ കാര്യത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയതും ഫീസ് കൊടുക്കാതെ അവർ ചോക്ലേറ്റ് മേടിക്കാൻ കയറി വന്നതും ഒരേ സ്ഥലം. ഫീസ് കൊടുക്കാതെ അവർ കയറി വന്നവരത് അപ്പുറത്ത് നിൽക്കുന്നു, ഫീസ് കൊടുത്ത് വന്നവർ ഞങ്ങൾ ഇപ്പുറത്ത് നിന്നു. അപ്പോൾ തന്നെ ഏകദേശം എനിക്ക് കാര്യം മനസ്സിലായി. ജാങ്ക്രോ നീ അറിഞ്ഞ ഞാൻ പെട്ട് എന്ന അവസ്ഥയായി. ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല. ആകെ ഒരു തേനിൽ 2-3 ചോക്കോക്കായി ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. ഞങ്ങൾ ശരിക്കും അന്തം വിട്ടുപോയി. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഒരാളെ വിളിച്ച് ചോദിച്ചു, ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോൾ ഉള്ളോട്ട് പോകാനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇതന്നെയാണ്, ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവർ തമിഴ് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവാനാ? ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ട, ഞങ്ങൾ പുറത്ത് പോവുകയാണ്, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. പിന്നെ കൗണ്ടറിൽ പോയി ഞങ്ങൾ ചോദിച്ചു മേക്കിംഗ് ആണോ എന്ന്. ഞങ്ങൾക്ക് മേക്കിംഗ് കാണാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാളോട് പോയി സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരാം, നിങ്ങൾ ഇവിടുന്ന് എന്താ വെച്ചാൽ എമൗണ്ടിന് വേണ്ട ചോക്ലേറ്റ് മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോക്ലേറ്റ് എന്ത് ഭംഗി കാണാൻ, പക്ഷെ അതിൻ്റെ വില കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൽ ഓരോ പീസും നമുക്ക് റേറ്റ് വരുന്നത് 120, 70, 80 ഒരു പീസിനാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത്. പിന്നെ ഞങ്ങളവിടെ എൻട്രി ഫീസ് കൊടുത്തത് 150 ആയിരുന്നു. അതിന് നമുക്ക് ഇവിടുന്ന് കിട്ടിയ 2 കോലുമുട്ടായി മാത്രമായിരുന്നു. അപ്പോൾ 2 കുട്ടികൾക്കും ഓരോ കോലുമുട്ടായി മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ വന്നു. മേക്കിംഗ് കാണാൻ കരുതി ഈ ലൊക്കേഷൻ നോക്കി ആരും വരണ്ട, ഇവിടെ ഒരു കുന്തവും. പിന്നെ ഞങ്ങൾ വേഗം റൂമിലേക്ക് റിട്ടേൺ വന്നിട്ടോ. കാരണം സമയം ഏകദേശം 5 മണിയായിട്ടുണ്ടായിരുന്നു. ഈ നവംബർ ഡിസംബർ സമയത്ത് ഞങ്ങൾ വരാൻ തന്നെ കാരണം കോട മൂടിയ ഒരു ഊട്ടി അതായിരുന്നു മനസ്സിൽ മൊത്തം ഒരു ചിത്രം. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അത് കിട്ടിയില്ല കേട്ടോ. പിന്നെ റൂമിൽ പോയിട്ടുള്ള അവിടെ അടുത്തുള്ള സ്ഥലങ്ങളും അതുപോലെ റൂമിൻ്റെ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാർട്ട് 2 ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.